ബിഗ് ബോസിൻ്റെ ലൈവിൽ ജിസേലിനെയും അനുമോളെയും കൺഫഷൻ റൂമിൽ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവിടെയുള്ള ഒരു ബോർഡുണ്ട്, ബിഗ് ബോസിൻ്റെ ഒരു ബോർഡുണ്ട്. അതിൻ്റെ ശിക്ഷാ നടപടി എന്താണെന്ന് വെച്ചാൽ അത് തീരുമാനിക്കും. അത് കഴിഞ്ഞ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കും ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇവർ രണ്ടുപേരും തെറ്റുകാരാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണിച്ച രംഗം ഫൂട്ടേജ് വീണ്ടും ഞങ്ങൾ പല തവണ ഞങ്ങൾ കണ്ടു. രണ്ടുപേരും തെറ്റുകാരാണ് എന്നാണ് ബിഗ് ബോസ് അവരുടെ അടുത്ത് പറഞ്ഞത്. ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവർ രണ്ടുപേരുടെ അടുത്തും എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. അനുവിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ജിസേലിൻ്റെ അടുത്തും ചോദിക്കുന്നു. രണ്ടുപേരും അവരുടേതായ ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവസാനം രണ്ടുപേരും തെറ്റുകാരാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവിടെ ഇവരെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരെയും ഒരു ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ശേഷമാണ് ഇവരെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിരുത്തിയ സമയത്ത് അനുമോളെയും ജിസേലിനെയും കൺഫഷൻ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞു. അവരപ്പോൾ പോയി. ആ സമയത്ത് നെവിനും ആദില നൂറയും തമ്മിലൊരു തർക്കമുണ്ടായി. നെവിൻ പറയുന്നുണ്ട്, പറഞ്ഞു വിട് ബിഗ് ബോസ്, ഇവളെ എന്തായാലും പറഞ്ഞു വിടണം. അപ്പോൾ ആദില നൂറയും നെവിനോട് ചോദിക്കുന്നുണ്ട്, ഓ ഇവളെന്തായാലും പോയില്ല, അപ്പോൾ നീ പോകുന്നല്ലേ പറഞ്ഞേ, അപ്പം നീ അത് ഉറപ്പാണോ, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ എന്തായാലും ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതെന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.